നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വ്രതങ്ങൾ എടുത്താലും, എത്ര മണിക്കൂർ നാമങ്ങൾ ചൊല്ലിയാലും, വഴിപാടുകൾ ചെയ്താലും, ക്ഷേത്ര ദർശനം ചെയ്താലും, ഞാൻ ഇന്ന് ഈ പറയുന്ന ഈ 2 തെറ്റുകൾ ചെയ്താൽ നമുക്ക് അതിന്റെ ഒന്നും ഫലം ലഭിക്കുകയില്ല. നമ്മുടെ പുരാണങ്ങളിൽ ഈ തെറ്റുകൾ ചെയ്യുന്നവർക്ക് അഷ്ടകഷ്ടങ്ങൾ, അതായത് 8 തരത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും ജീവിതത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ 2 കാര്യങ്ങൾ എന്ന് നോക്കാം. പുരാണങ്ങളിൽ നിന്നുള്ള ഒരു കഥയിലൂടെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. നമുക്കറിയാം, ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് ബ്രഹ്മാവും വിഷ്ണുവും പരമശിവനുമാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തുന്ന ദൈവങ്ങളായാണ് നമ്മൾ ത്രിമൂർത്തികളെ കാണുന്നത്. ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവനും, ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന ആ ഒരു ചിത്രം എന്ന് പറയുന്നത് 4 മുഖങ്ങളുള്ള ദൈവനായിട്ടാണ്. വേദങ്ങളുടെ അധിപൻ കൂടിയാണ് ബ്രഹ്മാവ്. മഹാവിഷ്ണു ആണെങ്കിലോ സൃഷ്ടിയെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ലോകത്തെ സംരക്ഷിക്കുകയും ധർമ്മത്തെ നിലനിർത്തുകയും ചെയ്യുന്നതാണ് മഹാവിഷ്ണു ചെയ്യാറുള്ളത്. ലോകത്തിൽ തിന്മ കൂടുമ്പോൾ പല അവതാരങ്ങളിലൂടെ ശ്രീരാമനും ശ്രീകൃഷ്ണനും ആയിട്ടൊക്കെ ഭഗവാൻ അവതരിച്ച് നന്മയെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ത്രിമൂർത്തികളിൽ 3ാമനായ മഹേശ്വരൻ അല്ലെങ്കിൽ പരമശിവൻ പ്രപഞ്ചത്തിലെ തിന്മകളെയെല്ലാം നശിപ്പിച്ച് പുതിയ തുടക്കങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആക്കാവുന്നതാണ്. ഒരിക്കൽ ബ്രഹ്മാവ് സ്വയം ചിന്തിച്ചു, ഈ ഭൂമിയിൽ കാണുന്ന സകലതിനെയും ഞാനാണ് സൃഷ്ടിക്കുന്നത്. നദികൾ, തടാകങ്ങൾ, ലക്ഷോപലക്ഷം ജീവജാലങ്ങൾ, അങ്ങനെ എല്ലാം ഞാനാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരും തന്നെ ഇല്ല. കാരണം ഞാനില്ലെങ്കിൽ സൃഷ്ടിയില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ബ്രഹ്മാവിന് ചെറുതായിട്ടൊരു അഹങ്കാരം ഉണ്ടായി. മനസ്സിൽ അഹങ്കാരം വന്നപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? പതുക്കെ മഹാവിഷ്ണുവിനെ കാണാനായി പോയി വൈകുണ്ഠത്തിലേക്ക്. അവിടെ ആദിശേഷന്റെ മുകളിൽ അങ്ങനെ ഭഗവാൻ ശയിക്കുകയാണ്. അപ്പോൾ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ കാണുമ്പോൾ ബ്രഹ്മാവ് ആദ്യം തന്നെ നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ബ്രഹ്മാവിന്റെ മനസ്സിൽ അഹങ്കാരം വന്നത് കാരണം ബ്രഹ്മാവ് ആ കാര്യം മറന്നേ പോയി. പകരം ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, എന്റെ മനസ്സിൽ ഒരു സംശയം തോന്നുന്നു. അപ്പോൾ ഭഗവാൻ അങ്ങനെ തന്നെ ശയിച്ചുകൊണ്ട് ചോദിക്കും, എന്താണ് സംശയം എന്ന്. അപ്പോൾ ബ്രഹ്മാവ് പറയും, ഞാനാണല്ലോ സൃഷ്ടികർത്താവ്, അപ്പോൾ എന്നേക്കാൾ കേമനായിട്ട് ആരാണ് ഉള്ളത് ഈ ലോകത്ത് എന്ന്. അപ്പോൾ മഹാവിഷ്ണു പറയും, ശരിയാണ്, നിങ്ങൾ തന്നെയാണ് സൃഷ്ടികർത്താവ്, നിങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം സൃഷ്ടിക്കുന്നത്. പക്ഷേ നിങ്ങൾ സൃഷ്ടികർത്താവാണെങ്കിൽ ഞാൻ സ്ഥിതികാരകനാണ്, പ്രപഞ്ചത്തെ സംരക്ഷിച്ച് പരിപാലിക്കുന്നവനാണ് ഞാൻ എന്ന് മഹാവിഷ്ണു പറയും. അപ്പോൾ ഞാനില്ലെങ്കിൽ സൃഷ്ടി മുന്നോട്ട് പോവുകയില്ല. ബ്രഹ്മാവ് സൃഷ്ടിക്കും, ശരിയാണ്, പക്ഷെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഞാനില്ലെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പരിപാലിക്കാൻ ഞാൻ ആവശ്യമാണ്. ആ മനുഷ്യന് എല്ലാവിധത്തിലുമുള്ള ജീവിത സൗകര്യങ്ങൾ ഞാനാണ് നൽകുന്നത്. അതുപോലെ ആ മനുഷ്യന് ഐശ്വര്യം നൽകുന്നത് എന്റെ പത്നിയായ മഹാലക്ഷ്മിയാണ്. സ്ഥിതികാരകനാണ് ഞാൻ, എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് മറ്റാരുമില്ല എന്ന് മഹാവിഷ്ണു പറയും. സൃഷ്ടിച്ചാൽ മാത്രം പോരാ, ആ സൃഷ്ടിയെ പരിപാലിക്കുക കൂടി വേണം. ആ പരിപാലനം ഞാനാണ് ചെയ്യുന്നത് എന്നാണ് മഹാവിഷ്ണുവിന്റെ വാദം. ഈ ലോകത്തിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന ജനങ്ങളെ പരിപാലിച്ച് അവർക്ക് സകല ഐശ്വര്യങ്ങളും നൽകി അവർക്ക് മോക്ഷം നൽകി അവരെ വൈകുണ്ഠത്തിൽ എത്തിക്കുന്നതും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയും. അതുകൊണ്ട് ഞാനാണ് ശ്രേഷ്ഠൻ, ബ്രഹ്മാവ് എന്റെ പൊക്കിളിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് ഭഗവാൻ പറയും. അങ്ങനെ അവർ തമ്മിൽ വലിയ വാഗ്വാദമാകും. ബ്രഹ്മാവ് പറയും, ഞാൻ സൃഷ്ടികർത്താവാണെന്നും. മഹാവിഷ്ണു പറയും, നിങ്ങളുടെ സൃഷ്ടിയൊക്കെ ഞാൻ ഉള്ളത് കൊണ്ടാണ് പരിപാലിച്ചു പോകുന്നതെന്നും. അപ്പോൾ ബ്രഹ്മാവ് പറയും, ഞാൻ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നോ എന്ന്. അപ്പോൾ മഹാവിഷ്ണു പറയും, നിങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ, അത് പരിപാലിക്കണമല്ലോ. അങ്ങനെ അവർ തമ്മിൽ വാഗ്വാദം നീണ്ടുപോകും. അങ്ങനെ ഇതിനൊരു തീരുമാനം എത്തുന്നതിന് വേണ്ടി 2 പേരും കൂടി കൈലാസത്തിലേക്ക് പോകാൻ തീരുമാനിക്കും. അങ്ങനെ കൈലാസത്തിൽ പോയി ഭഗവാൻ പരമശിവനെ കാണുമ്പോൾ ഭഗവാൻ ചോദിക്കും, എന്താണ് 2 പേരും കൂടി ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ പരമശിവൻ പറയും, ശരി ശരി, നിങ്ങൾ 2 പേരും ശ്രേഷ്ഠന്മാർ തന്നെയാണ് എന്ന് പറയും. പക്ഷെ 2 പേർക്കും തൃപ്തിയാകില്ല. കാരണം ഞങ്ങളിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠനെന്ന് ഭഗവാൻ പറഞ്ഞാലേ പറ്റൂ എന്ന് പറയും. അപ്പോൾ പരമശിവൻ എന്ത് ചെയ്യും? ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, എന്റെ പാദവും ശിരസും ആരാണോ ആദ്യം കണ്ടെത്തുന്നത് അവരാണ് കൂടുതൽ ശ്രേഷ്ഠൻ.
അതനുസരിച്ച് മഹാവിഷ്ണു താഴേക്കും ബ്രഹ്മാവ് മുകളിലേക്കും യാത്ര തുടങ്ങി. ബ്രഹ്മാവും മഹാവിഷ്ണുവും ഒരുപാട് വർഷങ്ങൾ ഭഗവാന്റെ ശിരസും പാദവും തിരഞ്ഞുപോയി. പക്ഷെ കാണാൻ സാധിച്ചില്ല. മഹാവിഷ്ണു തിരഞ്ഞു ക്ഷീണിച്ച് തിരിച്ചെത്തും. അപ്പോ ബ്രഹ്മാവ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൈതപ്പൂ താഴേക്ക് വീഴും. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്യും? ആ കൈതപ്പൂ കയ്യിലെടുത്തിട്ട് പരമശിവനോട് പോയി പറയും, ഞാൻ ഭഗവാന്റെ ശിരസ് കണ്ടുപിടിച്ചു, ശിരസിൽ നിന്നും ലഭിച്ച കൈതപ്പൂവാണ് ഇത് എന്ന് പറയും. കൈതപ്പൂവിനോട് ആദ്യം തന്നെ ബ്രഹ്മാവ് പറയും, ഞാൻ പരമശിവനോട് ഇങ്ങനെ പറയുമ്പോൾ നീ അതേ എന്ന് പറയണമെന്ന്. കൈതപ്പൂ കള്ളസത്യം പറയുന്നത് കേട്ട് ശിവഭഗവാന് വല്ലാത്ത ദേഷ്യമായി. ശിവഭഗവാൻ കൈതപ്പൂവിനോട് പറയും, ഇന്നു മുതൽ നിന്നെ ആരും പൂജയ്ക്കെടുക്കാതെ പോകട്ടെ എന്ന്. ബ്രഹ്മാവ് ഹംസരൂപം എടുത്താണ് ശിവലിംഗത്തിന്റെ ശിരസ് കണ്ടുപിടിക്കുന്നതിനായി പോയത്. അതുപോലെ മഹാവിഷ്ണു വരാഹരൂപം, പന്നിയുടെ രൂപമെടുത്താണ് താഴേക്കും പോയത്. അപ്പോൾ ആദ്യത്തെ തെറ്റ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്, ശാപം കിട്ടിയ പൂവായതുകൊണ്ട് തന്നെ കൈതപ്പൂ നമ്മുടെ യാതൊരുവിധ പൂജകളിലും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കൈതപ്പൂ വെച്ച് നമ്മൾ പൂജ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അത് മാത്രമല്ല, പരമശിവൻ ബ്രഹ്മാവിനെയും ശപിക്കും. ഇനി യാഗങ്ങളിലോ യജ്ഞങ്ങളിലോ ഒന്നും ബ്രഹ്മാവിന് ആരും തന്നെ ഹവിസ് നൽകില്ല എന്ന്. അതുപോലെ ബ്രഹ്മാവിന് വിശേഷ ദിവസങ്ങളും ഉണ്ടായിരിക്കില്ല, ബ്രഹ്മാവിനെ ആരും തന്നെ പൂജിക്കുകയുമില്ല എന്ന്. ബ്രഹ്മാവിന് കിട്ടിയ ശാപങ്ങളാണ് ഇതൊക്കെ. പരമശിവന്റെ ശാപം കൊണ്ടാണ് ബ്രഹ്മാവിനെ നമ്മൾ ആരും വീട്ടിൽ വെച്ച് പൂജിക്കാത്തതും, അതുപോലെ ബ്രഹ്മാവിന് വിശേഷപ്പെട്ട ദിവസങ്ങളൊന്നും തന്നെ ഇല്ലാത്തതും. അതുപോലെ തന്നെ മഹാവിഷ്ണു താഴേക്ക് പോയി ക്ഷീണിച്ച് തിരിച്ചു വരുമ്പോൾ ഗോമാതാവിനെ കാണും. അപ്പോൾ മഹാവിഷ്ണു ഗോമാതാവിനോട് പറയും, നീ ചെറിയൊരു കള്ളം എനിക്ക് വേണ്ടി പറയണം. അപ്പോൾ ഗോമാതാവ് പറയും, ഭഗവാനെ, എങ്ങനെയാണ് ഞാൻ കള്ളം പറയുന്നത്? അത് പാപമല്ലേ? അപ്പോൾ മഹാവിഷ്ണു പറയും, സാരമില്ല, എനിക്ക് വേണ്ടി നീ ഒരു കള്ളം പറഞ്ഞാൽ ഞാൻ നിനക്ക് എന്ത് വരം വേണമെങ്കിലും നൽകാം എന്ന് പറയും. അങ്ങനെ മഹാവിഷ്ണു ഗോമാതാവിനെയും കൊണ്ട് കൈലാസത്തിലെത്തും. അപ്പോൾ കൈലാസത്തിലെത്തുമ്പോൾ പരമശിവൻ ചോദിക്കും, കണ്ടുപിടിച്ചോ എന്ന്. അപ്പോൾ കണ്ടുപിടിച്ചു എന്ന് മഹാവിഷ്ണു പറയും. സത്യമാണോ ഈ പറയുന്നത്? ആരാണ് ഇതിന് സാക്ഷി എന്ന് ചോദിക്കുമ്പോൾ ഗോമാതാവാണ് സാക്ഷി എന്ന് പറയും. അപ്പോൾ പരമശിവൻ ഗോമാതാവിനോട് ചോദിക്കും, ഇത് സത്യമാണോ എന്ന്. അപ്പോൾ ഗോമാതാവ് വാ തുറന്നൊന്നും പറയില്ല. പകരം എന്ത് ചെയ്യും? തല ഇങ്ങനെ താഴേക്കും മുകളിലേക്കും ആട്ടും. പശുക്കൾ ഇങ്ങനെ ആട്ടാറില്ലേ, അതുപോലെ. അതേസമയം ആ പശുവിന്റെ വാല് ഇല്ല എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ആടും. പശു ഇങ്ങനെ ഒന്നും പറയാതെ തല മാത്രം ആട്ടുന്നത് കണ്ടപ്പോൾ തന്നെ പരമശിവന് മനസ്സിലാകും കള്ളമാണ് എന്ന്. 33 ദേവതമാരും വസിക്കുന്ന ശരീരമാണ് നിന്റേത്. നീയും എന്നോട് കള്ളം പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ ശപിക്കുകയാണ്. നിന്റെ തലഭാഗം ആരും തന്നെ പൂജിക്കില്ല ഇനി മുതൽ. എന്നാൽ നിന്റെ വാൽഭാഗം കള്ളം പറയാത്തത് കൊണ്ട് വാൽഭാഗം മാത്രമേ മനുഷ്യർ ഇനി പൂജിക്കുകയുള്ളൂ എന്ന്. നിന്റെ വാൽഭാഗം സത്യം പറഞ്ഞതുകൊണ്ട് തന്നെ ആരെല്ലാം നിന്റെ പുറകുവശത്ത് പോയി നിന്ന് പൂജ ചെയ്യുന്നോ അവർക്ക് ഐശ്വര്യങ്ങളും ലഭിക്കും. നിന്റെ തലഭാഗത്ത് പൂജ ചെയ്യുന്നവർക്ക് യാതൊരു പുണ്യവും ലഭിക്കില്ല എന്നും പരമശിവൻ പറയും. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. പശുവിന്റെ പുറകുവശത്ത് മഹാലക്ഷ്മിയും അതുപോലെ തന്നെ പശുവിന്റെ മുൻവശത്ത് ജ്യേഷ്ഠാലക്ഷ്മിയുമാണ് വസിക്കുന്നത് എന്നാണ് വിശ്വാസം. ഇത് പുരാണങ്ങളിലുള്ള കഥയാണ്. അതായത്, ഒന്ന്, കൈതപ്പൂ നമ്മൾ ഒരു പൂജകൾക്കും എടുക്കാൻ പാടില്ല എന്നുള്ളതും, രണ്ടാമത്തേത് പശുവിന്റെ മുൻഭാഗത്ത് നിന്ന് പൂജ ചെയ്യാൻ പാടില്ല, എപ്പോഴും പശുവിന്റെ പിൻഭാഗം വേണം പൂജ ചെയ്യേണ്ടത് എന്നുള്ളതും. എന്നാൽ ഇതിനൊരു സയന്റിഫിക് റീസൺ കൂടിയുണ്ട്. കൈതപ്പൂ എന്ന് പറയുന്നത് വളരെയധികം മണമുള്ള ഒരു പൂവാണ്. ഈ കൈതമരത്തിൽ എപ്പോഴും പാമ്പുകൾ ഉണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ടായിരിക്കും പണ്ടുള്ളവർ കൈതപ്പൂ പറിക്കരുത് എന്ന് പറഞ്ഞതിന്റെ കാരണം. കാരണം കൈതപ്പൂ ഒക്കെ പറിക്കാൻ പോയാൽ ചിലപ്പോൾ പാമ്പ് കടിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ പശുവിന്റെ നെറ്റിയിൽ നമ്മൾ മഞ്ഞളും കുങ്കുമവും ഒക്കെ കൊണ്ട് പൊട്ടൊക്കെ തൊട്ടതിന് ശേഷം ചന്ദനത്തിരി കൊണ്ടും അതുപോലെ തന്നെ കർപ്പൂരം കൊണ്ടും ഒക്കെ ആരതി എടുക്കുമ്പോൾ, തീ കൊണ്ടാണല്ലോ ആരതി എടുക്കുന്നത്, അപ്പോൾ ആ തീ കണ്ടിട്ട് പശു പേടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആത്മരക്ഷാർത്ഥം പശു എന്ത് ചെയ്യും? നമ്മളെ കുത്താൻ വരും. അതുകൊണ്ടായിരിക്കണം പശുവിന്റെ പുറകുവശത്ത് പൂജകൾ ചെയ്യണം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാരണം. പരമശിവൻ മഹാവിഷ്ണുവിനും ഒരു ശാപം കൊടുക്കും, നിന്റെ ഈ കള്ളം പറഞ്ഞ ശിരസ് ഏതെങ്കിലും ഒരു യുഗത്തിൽ അറ്റുപോകും എന്ന്. മഹാവിഷ്ണുവിന്റെ ശിരസ് അറ്റുപോയതിനു ശേഷമാണ് ഭഗവാൻ കുതിരയുടെ തല വെച്ച് ഹയഗ്രീവ അവതാരം എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് തെറ്റുകളും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കൈതപ്പൂ എന്തുകൊണ്ടാണ് പൂജയ്ക്ക് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ രണ്ട് വശങ്ങൾ, അതുപോലെ
പശുവിന്റെ മുന്നിൽ നിന്ന് കർപ്പൂര ആരതി എടുക്കാൻ പാടില്ല, പുറകിൽ പോയി നിന്ന് വേണം കർപ്പൂര ആരതി എടുക്കേണ്ടത് എന്ന് പറയുന്നതിന്റെ 2 കാരണങ്ങളുമാണ് ഇന്ന് പറഞ്ഞത്. ഇതിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, കള്ളം പറയാൻ പാടില്ല എന്നുള്ളത്. പരമശിവന് കള്ളം പറയുന്നവരെ ഒട്ടും ഇഷ്ടമല്ല. കള്ളം പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.